ഇന്നൊരു ഗംഭീര പടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ അഭിനയിച്ചേക്കുന്നത് പടത്തിന്റെ തുടക്കത്തിൽ ഒരു മച്ചാന് ഒരു സ്ഥലം ഒഴിപ്പിക്കണം. പക്ഷെ അത് അത്ര ഈസി അല്ല. അവിടെ നമ്മുടെ സല്ലുബായി ഉണ്ട്. അപ്പൊ സല്ലുബായി അവിടുത്തെ ഡോണാണ്. അപ്പൊ ആ സ്ഥലം ഒഴിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ നമ്മുടെ വില്ലൻ വിടും. അപ്പൊ നമ്മുടെ സല്ലുബായി അങ്ങനെ ചാടി വരും. ഇതെന്താടാ ശവപ്പെട്ടി എണീറ്റ് വന്നതാ. പിന്നെ നമ്മുടെ സല്ലുബായി ഉണ്ടല്ല, ജീപ്പൊക്കെ ഒറ്റ കൈ കൊണ്ട് പൊക്കിയിട്ട് അങ്ങനെ നീക്കിയിടും. അതാണ് നമ്മുടെ സല്ലുബായിയുടെ പവർ. ഭീകരനാണവൻ, ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. സല്ലുബായിയുടെ പവർ കാണുമ്പോ അവിടെയുള്ളവരൊക്കെ പേടിച്ചോടും. ഭയങ്കരமான ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. വില്ലന്മാരെ ഓടിപ്പിച്ച് വിട്ട സന്തോഷത്തിന് നമ്മുടെ ബായി ഡാൻസ് കളിക്കും. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുല്ല പുത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഇടവാളും ഉണ്ടല്ലോ, മറുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ. പിന്നെ നമ്മുടെ ബായിക്ക് കുറച്ച് അനിയന്മാരുണ്ട്. അനിയന്മാർക്കൊക്കെ പെണ്ണ് സെറ്റായി. പക്ഷെ നമ്മുടെ ബായി സിംഗിളാ. നമ്മുടെ ബായിയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റാണ്ട് അനിയന്മാര് പ്രാർത്ഥിക്കും ബായിക്ക് നല്ല പെണ്ണ് കിട്ടാൻ. അപ്പം എന്നാ പഞ്ചായത്തിലെ ഒരു പെണ്ണ് വരും. അതാണ് നമ്മുടെ പൂജേച്ചി. പൂജേച്ചിനെ കാണുമ്പോൾ തന്നെ ഇതന്നെ നമ്മുടെ ചേട്ടന് പറ്റിയ പെണ്ണെന്ന് പറയും. നമ്മുടെ ബായിയുടെ നടത്തം കാണുമ്പോൾ തന്നെ നമ്മുടെ പൂജേച്ചിക്ക് ക്രഷ് അടിക്കും. എന്നമ്മേ എന്നെ ഉന്നാല് ഉള്ള പൂന്തുത തന്നാല്, കണ്ണമ്മേ എന്നെ കണ്ണാല് വെന്തു സെവന്ത് പൊന്നാക ഏതോ നാനും ഒളേറ്, கொஞ்சம் காதல் வளரு உள்ள வெக்கம் வளரு, அவ வந்தா தேடியே நான் நேரம் நிக்குது, மோகம் சொக்குது, வார்த்தை திக்குதம்மா, എന്റെ പൂട്ടി വെച്ചത് വന്തൊടച്ചിട്ടമ്മാ. പിന്നെ ഒരു ദിവസം നമ്മുടെ വൃദ്ധനും മോളും കൂടി പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറുകാരൻ കൊച്ചിനെ വണ്ടി ഇടിക്കാനായിട്ട് വരും. അപ്പം എന്നെ ബായി ആ കൊച്ചിനെ അങ്ങ് എടുത്തെറിയും. പിന്നെ ആ കാറുകാരൻ നമ്മുടെ പൂജേച്ചിയുടെ മേത്ത് വണ്ടി ഇടിക്കാനായിട്ട് വരും. അപ്പം നമ്മുടെ ബായി രക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി വീഴും. അപ്പം വൃദ്ധനും മോളും കൂടിയുള്ള റൊമാൻസ് ഉണ്ട്. പിന്നെ ഇവർ ഡാൻസ് കളിക്കാനായിട്ട് പോവും. അമ്മേ, ഓ മുട്ട വേനെടുക്കണ അമ്മയ്ക്ക്, അയ്യോ അത് പൊന്തള്ളല്ല, അതല്ല കാല് പൊന്തള്ളല്ല. പിന്നെ നമ്മുടെ ബായി പൂജേച്ചിനെയും കൊണ്ട് പൂജേച്ചിയുടെ നാട്ടിലേക്ക് പോവും. പിന്നെ നമ്മുടെ ബായി സൗത്ത് ഇന്ത്യയിൽ എത്തി കഴിഞ്ഞിട്ട് മുണ്ടെടുത്തിട്ടൊക്കെ വരും. എൻ്റെ പൊന്നു മോനെ എന്നിട്ട് ഡാൻസ് കളിക്കും. ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൂജേച്ചിനെയും കൊണ്ടിട്ട് നമ്മുടെ ബായി നാട്ടിലേക്ക് വരും കല്യാണം കഴിക്കാനായിട്ട്. ലവ് യു മുത്തേ ലവ് യു, നീ എന്തു പറഞ്ഞാലും ലവ് യു, വീണ്ടും വീണ്ടും ലവ് യു, എന്നെ വട്ടുപിടിപ്പിക്കും ലവ് യു. പിന്നെ അങ്ങോട്ട് കുറച്ച് ഗുണ്ടകൾ വരും നമ്മുടെ ബായിനെ ഇടിക്കാനായിട്ട്. ബായി ഓടിപ്പോയി അവരെ ഇടിച്ച് കൂട്ടും. അണ്ണൻ ചാടി എണീറ്റ് അവരുടെ തോളത്തെ കൂടെ ചവിട്ടി 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 ചെമ്പടിച്ച് അവരുടെ പുറകിൽ കിടന്ന കുത്തി 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 കൊന്ന്. അങ്ങനെ പടം കഴിഞ്ഞ് ഈ പടം ഉണ്ടല്ലോ നമ്മുടെ തലയുടെ വീരുണ്ടല്ലോ, അതിന്റെ റീമേക്കാണ്. അപ്പൊ അതിനൊരു തീരുമാനമായി.